ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ക്യാബേജ് വെച്ചുള്ള ഒരു പൊറോട്ടയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ആട്ട. അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് ജീരകപ്പൊടി, പിന്നെ എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആയിമോദകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മല്ലിയില, പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കസ്തൂരി മേത്തിയാണ് കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിനകത്തൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇല്ലേ, ചെറുതായിട്ട് ഞാൻ ചീകി എടുത്തതാണ് കേട്ടോ, ചെറിയ ഇതിനകത്ത്. നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം, എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓൾറെഡി ക്യാബേജിൽ തന്നെ വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ കുഴഞ്ഞു വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഇടുന്നുണ്ട്. ക്യാബേജ് കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. ഇതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ നല്ലതുപോലെ ഇളക്കി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇതുപോലെ. എന്നിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ റൊട്ടി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ബാക്കിയെല്ലാം സിമ്പിളാണ്, ജസ്റ്റ് കുഴച്ചെടുക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ടിഫിൻ ബോക്സ് റെസിപ്പിയും കൂടെ ആണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുട്ടക്രോസ് എല്ലായിടത്തും കിട്ടുന്ന വെജിറ്റബിൾ അല്ലേ, അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഓയിൽ പുരട്ടി കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡും നമുക്ക് ഓയിൽ പുരട്ടി കൊടുക്കാം. ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒലീവ് ഓയിലൊക്കെ യൂസ് ചെയ്യാം. രണ്ട് സൈഡും മറിച്ചിട്ട് നമുക്ക് നല്ല പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ വെന്ത് വരും കേട്ടോ. ഇത് നമ്മുടെ പൊറോട്ട റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിന് ചട്നി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്നിയുടെ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കാരണമുള്ളവർ പോയി ചെക്ക് ചെയ്യുക കേട്ടോ. ടൊമാറ്റോ ചട്നിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചട്നിയും പൊറോട്ടയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്